അയ്യോ മോനെ, ഡബിൾ അടിക്കാൻ കഴിയൂല, പഴയ പോലെ ആവതില്ല. ഹർത്താൽ അനുകൂലികളെ കളിയാക്കുന്നോ? നിന്റെ സൈക്കിൾ സവാരി പൊന്നു മോനെ, ആ കാറ്റൊഴിച്ച് വിടരുത്. എന്റെ മോൻ ആശുപത്രിയിൽ പ്രസവിച്ച് കിടക്കുക. അവിടത്തേക്ക് ചായ ആയിട്ട് പോവുക. അല്ലെങ്കിൽ ഇതൊരു സൈക്കിളല്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളോട് തീവണ്ടി വരെ തടയാനാണ് ഗഫൂർക്ക പറഞ്ഞിട്ടുള്ളത്. ഏത് ഗഫൂർക്ക? നിങ്ങൾക്ക് ഗഫൂർഖാൻ അറിയില്ലേ? നമ്മുടെ പാർട്ടിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് ഗഫൂർക്ക. അത് നിങ്ങൾക്ക് അറിയില്ല? നിങ്ങളുടെ ഭാഗ്യത്തിനാണ് സൈക്കിൾ എനിക്ക് തടയാൻ തോന്നിയത്. ഗഫൂർക്ക എങ്ങനെയാണ് തടഞ്ഞെങ്കിൽ നിങ്ങളെ സൈക്കിൾ വല്ല കുപ്പത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. ഗഫൂർക്ക വന്നു. എന്താണ്ടാ സൈക്കിളെ കാറ്റൊഴിച്ചു വിട്ടില്ലേ? ഒഴിച്ചു വിട്ട് ഗഫൂർക്ക. കണ്ടില്ലേ മൂപ്പര് സൈക്കിൾ ഉന്തി കൊണ്ടുപോണ്. സുഭാഷ്, സഭാഷ്. ഈ 2 ദിവസം ഒരുത്തനും മര്യാദക്ക് ജീവിക്കരുത്. ജനങ്ങള് കഷ്ടപ്പെടണം. അതാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. എമ്മാതിരി വിലക്കയറ്റാണ്ടോ നമ്മളെ നാട്ടില്. അപ്പൊ ഒരു വാരത വന്നെങ്കിലും വേണ്ടേ? അത് ശരി. അപ്പോ വിലക്കയറ്റത്തിനെതിരാണല്ലേ ഈ ബന്ദ്? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭാര്യ ചോദിച്ചേ, എനിക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ ഓളെ നേരെ 2 ചാട്ടോ. അപ്പൊ ഒക്കെ കാര്യം മനസ്സിലായി. അനക്കൊന്നും അറിയൂല, നോക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലടോ, രാവിലത്തെ പുട്ടുപായവും വയറ്റിക്കിടന്ന് 20-20 കളിക്കാണല്ലോ. പ്രശ്നമായോ? പ്രശ്നമായി എന്നാ തോന്നണ്. വയറ്റിലാകെ ഒരു പിക്കറ്റിങ്. വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ കാണുമല്ലോ അല്ലേ? ഈ ഏരിയയിലാണെങ്കിൽ ഒരു പീടിയം തുറന്നിട്ടില്ലല്ലോ. 3-4 കിലോമീറ്ററോ? പടച്ചോനെ, പണി പാളിയോ? ഒരേന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോ ഒന്നും തോന്നിയില്ലല്ലോ. ഇങ്ങോട്ട് നടന്നു വരുമ്പോ നിങ്ങള് വണ്ടിയൊക്കെ തടഞ്ഞ് ഹാരത്തിൽ ഇങ്ങനെ വന്നതല്ലേ? അപ്പൊ ദൂരെ അറിഞ്ഞിട്ടുണ്ടാവൂല. നീ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും സൈക്കിളിനോ സ്കൂട്ടറിനോ കൈ കാണിക്കണോ? ഇതിപ്പം വീട്ടിലെത്തില്ലേ പ്രശ്നാവും. നിർത്ത്. കുടുങ്ങല്ല മോനെ, ഹർത്താലിന്റെ ടീമാ. വേഗം തിരിച്ചു വിട്ടോ. കൂടെ ഗഫൂർ ഉള്ളതാ. പിടിച്ച പ്രശ്ന. ഗഫൂർക്ക് ആകെ പ്രശ്നമാണല്ലോ. നമ്മള് കൈ കാട്ടിട്ട് ഒരുത്തരും വണ്ടി നിർത്തുന്നില്ല. പടച്ചോനെ, എനിക്കാണ് പിടിച്ചിട്ട് നിക്കാൻ പറ്റില്ലല്ലോ. വരുന്ന ഒരു ആംബുലൻസ് വരുന്ന കൈ കാണിക്ക്. തിരിച്ചു വിടുന്നതാ ബുദ്ധി. വണ്ടി തടയാൻ നിൽക്കുന്ന വിവരില്ലാത്ത ടീമായിരിക്കും. ഗഫൂർക്ക് ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഞങ്ങൾ വേഗം വീട്ടിലേക്ക് നടന്നോളി. 3-4 കിലോമീറ്ററും വയറിളക്കം കൊണ്ട് ഞാൻ എങ്ങനെ നടക്കും മോനെ? നടക്കണ്ട, ഞങ്ങൾ ഓടിക്കോളി. പടച്ചോനെ, നമ്മളെ കാത്തോളി. ഇനി മേലെ നമ്മൾ പുട്ടും പയവും തിന്നൂല. ഇപ്പോഴും കുറ്റം പുട്ടിനും പയറ്റിനും, അല്ലാണ്ട് ഹർത്താലിനല്ല. വല്ലാത്തൊരു പാർട്ടിയും പാർട്ടിക്കാരും തന്നെ എന്റെ വാപ്പാ.